ഇവിടെ ഒരു സയന്റിസ്റ്റ് 10 വർഷം പുറത്തിറങ്ങാതെ തന്റെ അതേ രൂപത്തിലുള്ള ഒരു റോബോട്ടിനെ നിർമ്മിക്കുകയാണ്. അതെന്തിനാണെന്നാൽ മനുഷ്യന്റെ ജീവൻ അപകടത്തിലാവുന്ന നിമിഷവും അതേപോലെ മനുഷ്യന് പോകാൻ പറ്റാത്ത ദൂരത്തേക്ക് സ്പേസിൽ ട്രാവൽ ചെയ്യാനും കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് കണ്ട മാനേജ്മെന്റ് ഇത് മനുഷ്യരുടെ കൂടെ ഇടപഴകിയാൽ മാത്രമേ അപ്രൂവ് ചെയ്യൂ എന്ന് പറയാണ്. സോ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ റോബോട്ടിനെ ഇറക്കുന്നതിന് മുമ്പ് മനുഷ്യരുടെ ഇടയിലുള്ള ചില റൂൾസ് പഠിപ്പിക്കാൻ ഒരു പെണ്ണിനെ അപ്പോയിന്റ് ചെയ്യാണ്. എന്നാൽ ഈ പെണ്ണ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് പോവാൻ നേരം ബൈ പറഞ്ഞ് ഇതിനൊരു കിസ് കൊടുക്കുകയാണ്. അപ്പോൾ മുതൽ ഈ റോബോട്ടിന്റെ ശരീരത്തിൽ പുതിയൊരു ഫീലിംഗ്സ് ഉടലെടുക്കുകയാണ്. അതിനുശേഷം ആ പെണ്ണുമായി പഴകി അവൾ ഈ റോബോട്ട് ലവ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. തിരിച്ച് അവൾക്കും ഈ റോബോട്ടിന്റെ മേൽ ചെറിയൊരു ഇഷ്ടം വരികയാണ്. ഈ വിഷയം അറിഞ്ഞ സയന്റിസ്റ്റ് റോബോട്ടിന് ഇങ്ങനത്തെ ഫീലിംഗ്സ് പാടില്ല എന്ന് പറഞ്ഞ് കണ്ടീഷൻ വെക്കുകയാണ്. എന്നാൽ ഈ റോബോട്ട് അതൊന്നും കേൾക്കാതെ തൊട്ടടുത്ത ദിവസം ഒരു പാർട്ടിയിൽ പോയി തന്റെ പ്രേമം അവളോട് പറയാണ്. എന്നാൽ അതിനുശേഷമാണ് ഇങ്ങനെ റോബോ ഉള്ള കാര്യം തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ റോബോയെ മാനേജ്മെന്റ് ജനങ്ങൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറക്കാൻ അനുമതി നൽകുകയും ചെയ്യുകയാണ്. എന്നാൽ ക്ലൈമാക്സിൽ ഈ റോബോയെ ഭൂമിയിൽ നിർത്തി യഥാർത്ഥ സയന്റിസ്റ്റിനെ സ്പേസിലേക്ക് വിടാണ്. മാത്രമല്ല നമ്മുടെ റോബോ ആണെങ്കിൽ ഇപ്പോൾ ആ പെണ്ണിന്റെ കൂടെ സന്തോഷത്തോടെ